ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് പെർസെൻറ്റേജിനെ കുറിച്ച് ഇട്ടിരുന്നു. പെർസെൻറ്റേജിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇട്ടിരുന്നത്. ഈ വീഡിയോ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ വീഡിയോ ആണ്. അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക. കണ്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് കൂടുതലായിട്ട് ഒന്നും പറയേണ്ട, വീഡിയോയിലേക്ക് കടക്കാം. പെർസെൻറ്റേജ് എന്താണെന്നുള്ള കാര്യമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നല്ലോ. പെർസെൻറ്റേജ് മീൻസ് നമ്പർ ഓഫ് പാർട്സ് പെർ 100 എന്ന് പറഞ്ഞു അല്ലേ. നമ്മളതിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ പറഞ്ഞിരുന്നു. 50% എന്ന് പറഞ്ഞിരുന്ന ഹാഫ് ഓഫ് 100 എന്ന് പറഞ്ഞു. അതർവൈസ് 50% മീൻസ് ഹാഫ് ഓഫ് ദി ടോട്ടൽ എമൗണ്ട് എന്നും പറഞ്ഞു. ഇപ്പം ഞാനൊരു പ്രോബ്ലം എഴുതാം. ആ പ്രോബ്ലം ചെയ്യുന്ന രീതി എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഞാനൊന്ന് പറയാം, അതോടൊപ്പം തന്നെ എഴുതിയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ വ്യക്തമായിട്ട് എഴുതി നോക്കി പഠിക്കുക. എ സിനിമ സ്ക്രീൻ ഹാസ് has 150 seats. 150 seats. 81 of the seats have been taken. 81 of the seats have been taken. What percentage of the seats have been taken എന്നാണ് നമ്മുടെ ചോദ്യം. What percentage, സിമ്പിൾ എഴുതുന്നുള്ളൂ. പെർസെൻറ്റേജ് ഓഫ് ദ സീറ്റ്സ് ഹാവ് ബീൻ ടേക്കൺ. ഇതാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യുമെന്നതാണ്. ഫസ്റ്റ് എന്ത് വേണം, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടുന്നത്, വി നീഡ് ടു കാൽക്കുലേറ്റ് 81 ആസ് എ പെർസെൻറ്റേജ് ഓഫ് 150. അതിന് നമ്മൾ ഫസ്റ്റ് 81നെ 150 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അന്നേരം 81 ഡിവൈഡ് 150 നമ്മൾ കണ്ടുപിടിക്കണം. 81 ഡിവൈഡ് 150 എന്ന് പറഞ്ഞാൽ 81 ബൈ 150 എന്നല്ലേ നമ്മൾ എഴുതാറുള്ളത്. കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ ഇതിനെങ്ങനെ എഴുതാം, 81 ബൈ 15 ഇൻറ്റു 10 എന്ന് ഞാൻ അങ്ങോട്ട് മാറ്റി എഴുതും. 150യെ 0 വന്നതുകൊണ്ടാണ് ഞാൻ എളുപ്പത്തിൽ അങ്ങനെ മാറ്റി എഴുതുന്നത്. ഇനി 15ലും 81ലും 3 അടങ്ങും. 3 കൊണ്ട് നമുക്ക് വെട്ടുമ്പം 5 3 15. 81നകത്ത് 3 8നകത്ത് 2 പ്രാവശ്യം 6, 2 റിമൈൻഡറായി അല്ലേ. 3 2 6, 2 റിമൈൻഡർ 21, 7 3 21. ഇനി 27/5 ഭാഗിച്ച് നോക്കണം. 27/5 നമുക്ക് എളുപ്പത്തിൽ ഭാഗിക്കാൻ പറ്റും. എങ്ങനെ കിട്ടും നമുക്ക്? 27നെ 5 കൊണ്ട് വെട്ടുന്ന രീതിയിൽ തന്നെ വെട്ടാം. അങ്ങനെ പോയിന്റ് വരുമ്പം, അല്ലെങ്കിൽ 27 നിങ്ങൾ ഇതുപോലെ ചെയ്യണം. 27 ഡിവൈഡ് 5, 5 25, ശിഷ്ടം 2, ഡെസിമൽ കൊടുത്ത് 0, 4 5 20, 0 1, 5.4 ബൈ, ഇവിടെ ഒരു 10 ഉള്ളാരും മറക്കരുത്. അന്നേരം ഇനി 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് ലെഫ്റ്റിലോട്ട് ഒരു ഡെസിമൽ മാറ്റണം. അന്നേരം എന്തോ കിട്ടും നമുക്ക്? 0.54 എന്നാണ് നമുക്കിവിടെ 81നെ 150 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പം കിട്ടിയേക്കുന്നത്. ഇതല്ല നമ്മൾ ആൻസർ. നമുക്ക് വേണ്ടത് എന്താണ്? അതിനെ പെർസെൻറ്റേജിൽ റെപ്രസെൻറ്റ് ചെയ്യണം. ഈ 0.54നെ നമ്മൾ കൺവേർട്ട് ചെയ്യണം എന്തിലേക്ക്? പെർസെൻറ്റേജിലേക്ക്. അങ്ങനെ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെ 100 കൊണ്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ കൺവേർട്ട് ദിസ് ഇൻറ്റു പെർസെൻറ്റേജ് ബൈ മൾട്ടിപ്ലൈയിങ് ബൈ 100. അന്നേരം 0.54 ഇൻറ്റു 100 എന്ന് വരുമ്പോൾ നമുക്ക് എങ്ങനെ വരും? 51% എന്ന് വരും നമുക്ക്. അന്നേരം 54% അവിടെ വന്നിരിക്കുന്നത്. അവരുടെ ചോദ്യം എന്തുവായിരുന്നു? വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദി സീറ്റ് ഹാവ് ബീൻ ടേക്കൺ എന്ന് പറഞ്ഞപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? 54% ഓഫ് ദി സീറ്റ് ഹാവ് ബീൻ ടേക്കൺ നമുക്ക് ആൻസർ എഴുതാൻ സാധിക്കും. അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇത് മനസ്സിലായാലോ? അന്നേരം ഇത് നിങ്ങളിട്ട് കേൾക്കുക, നല്ല രീതി മനസ്സിലാക്കുക. ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ പറഞ്ഞാൽ, ലാസ്റ്റ് ഇയർ എ കാർ വാസ് വർത്ത് ₹6,50,000. ഒരു ക്വസ്റ്റ്യൻ ഞാൻ എഴുതാം വേണമെങ്കിൽ. ലാസ്റ്റ് ഇയർ
a car was worth rupees 6,50,000. This year the value of the car has increased by 5%. Increased by 5%. What will be the value of the car this year? What will be the value of the car this year? എന്നാണ് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. കഴിഞ്ഞ ലാസ്റ്റ് ഇയർ എ കാർ വാസ് വർത്ത് rupees 6,50,000. ദിസ് ഇയർ ദ വാല്യൂ ഓഫ് ദി കാർ ഹാസ് ഇൻക്രീസ്ഡ് ബൈ 5%. വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് ദി കാർ ദിസ് ഇയർ? കഴിഞ്ഞ വർഷം അല്ലേ, ലാസ്റ്റ് ഇയർ എന്നല്ലേ അവർ പറഞ്ഞേക്കുന്നത്. ലാസ്റ്റ് ഇയർ ഒരു കാറിൻ്റെ വില 6,50,000 ആയിരുന്നു. ഈ വർഷം അത് 5% ഇൻക്രീസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ വർഷം കാറിൻ്റെ വാല്യൂ എത്രയാണ് എന്നാണ് ചോദ്യം. അന്നേരം കാറിൻ്റെ ലാസ്റ്റ് ഇയർ പ്രൈസ് ഓഫ് ദി കാർ എത്രയായിരുന്നു? നമുക്ക് സ്റ്റെപ്പായിട്ട് എഴുതാം. ലാസ്റ്റ് ഇയർ പ്രൈസ് ഓഫ് ദി കാർ ഈക്വൽ ടു $6,50,000. ഓക്കെ. അന്നേരം ഇൻക്രീസ്ഡ് പെർസെൻറ്റേജ് എത്രയാണ്? 5%. 5%. എന്നാൽ 6 ലാഖിൻ്റെ 50% നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ? അത് കണ്ടുപിടിക്കാം. അല്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എളുപ്പത്തിൽ നമുക്ക് 6 ലാഖിൻ്റെ 50% എത്രയെന്ന് നോക്കാം. അന്നേരം 6 ലാഖിൻ്റെ 50% എത്രയാണ് വരുന്നത്? 6 ലാഖിൻ്റെ 50% 6,50,000 ഇൻറ്റു 5%ൻ്റെ ഫ്രാക്ഷണൽ രൂപമാണ് 5/100. അതൊക്കെ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കണേ. 5%ൻ്റെ ഫ്രാക്ഷണൽ രൂപമാണ് 5/100 എന്ന് പറയുന്നത്. 6,50,000ൻ്റെ 5% എന്ന് എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടുന്നത്. 6,50,000 ഇൻറ്റു 5%ൻ്റെ ഫ്രാക്ഷൻ രൂപം 5/100. ഈ രണ്ട് സീറോസ് നമുക്ക് വെട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? ഈ 6,500 ഇൻറ്റു 5 വരും അല്ലേ? 6,500 ഇൻറ്റു 5 കിട്ടിയിരിക്കുന്നത്. 6,500 ഇൻറ്റു 5 മൾട്ടിപ്ലൈ ചെയ്യുന്ന 65 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 65 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ നമുക്ക് ഇങ്ങനെ എഴുതിയൊന്നും ചെയ്യാതെ 5 5 25 5 എഴുതി 2 റിമൈൻഡർ ഉണ്ട്. 6 5 30. 30ഉം ആ 2 റിമൈൻഡർ കൂട്ടുമ്പോൾ 32. 2 സീറോ ഇടാനുണ്ട്, അത്ര എഴുതണം. അതാണ് അതിൻ്റെ ആൻസർ. അതിൻ്റെ ആൻസർ എത്ര ഇടും? 32,500 എന്ന് വന്നു. എത്രയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്? ഈ 5% വന്ന്. അതുകൂടെ നമ്മൾ ആഡ് ചെയ്താൽ നമ്മുടെ ക്വസ്റ്റ്യൻ അതല്ലായിരുന്നു. ഇതിപ്പം 6,50,000ൻ്റെ 5%ആണ് 32,500 കിട്ടിയേക്കുന്നത്. അന്നേരം ഈ വർഷം വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് ദി കാർ ദിസ് ഇയർ എന്നാണ് ചോദിച്ചേക്കുന്നത്. ലാസ്റ്റ് ഇയർ അന്നേരം ദിസ് ഇയർ ദി കാറിൻ്റെ വില എത്രയാണ് അന്നേരം വരുന്നത്? ദ കാർ കോസ്റ്റ് ₹6 lakh ദിസ് ഇയർ. വായിക്കാൻ നിങ്ങൾക്ക് ബോർഡ് നമ്മൾ ചെറുതായതുകൊണ്ട് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് അത് മാച്ചിട്ട് ഞാൻ മുകളിലോട്ട് എഴുതി കാണിക്കാം. ദ വാല്യൂ ഓഫ് ദി കാർ ഈക്വൽ ടു വാല്യൂ ഓഫ് ദ കാർ ഈക്വൽ ടു 6,50,000 പ്ലസ് 32,500. അതിനോട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? അത് ആഡ് ചെയ്യുമ്പോൾ 0. അത് ആഡ് ചെയ്യുന്ന എളുപ്പത്തിനാണ് ഞാനിങ്ങനെ 0 0 5 2 8 6 6,82,500 എന്ന് ആൻസർ കിട്ടും. അതാണ് ഇങ്ങനെയാണ് അത് കണ്ടുപിടിക്കേണ്ടത്. പഠിച്ച ശേഷം എളുപ്പത്തിൽ നിങ്ങൾ കാൽക്കുലേഷനൊക്കെ എളുപ്പമാക്കിക്കൊണ്ട് ചെയ്യാൻ സാധിക്കും.
അതുപോലെ ഇങ്ങനെയുള്ള ഇതേ ക്വസ്റ്റ്യൻസ് ഇതുപോലുള്ള തോനെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കുക. പിന്നെ വേറെയുള്ള ഒരു ക്വസ്റ്റ്യൻ വേറെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ എഴുതി കാണിക്കാം. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ. പെർസെൻറ്റേജ് ചേഞ്ച് എന്നും പറഞ്ഞു. ഇതേ മോഡൽ ഇപ്പം പറഞ്ഞ മോഡൽ ക്വസ്റ്റ്യൻസ് തോനെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഞാനെല്ലാം ആവർത്തിക്കുന്നില്ല. അല്ലാതെ ഇതുമായിട്ട് വിപരീതം ഒരു ചേഞ്ച് വന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ചേഞ്ച്. പെർസെൻറ്റേജ് ചേഞ്ച് നമ്മൾ കണ്ടുപിടിക്കുന്നതിന് ചേഞ്ച് ബൈ ഒറിജിനൽ ഇൻറ്റു 100 ആണ് പെർസെൻറ്റേജ് ചേഞ്ച്. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്തേക്കണേ. പെർസെൻറ്റേജ് ചേഞ്ച്. പെർസെൻറ്റേജ് ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച്, അതായത് പെർസെൻറ്റേജ് ചേഞ്ച്. സിമ്പിൾ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ എഴുതുന്നത് പെർസെൻറ്റേജ് ചേഞ്ച് ഈക്വൽ ടു ചേഞ്ച് ബൈ ഒറിജിനൽ ഇൻറ്റു 100. ഈ ഇക്വേഷൻ നിങ്ങൾ ഉപയോഗിക്കാം. അങ്ങനെ ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ ഈ പെർസെൻറ്റേജ് ചേഞ്ച് നമ്മൾ ചേഞ്ച് ഡിവൈഡ് ബൈ ഒറിജിനൽ ഇൻറ്റു 100 കണ്ടുപിടിക്കുമ്പം ആൻസർ നമുക്ക് പോസിറ്റീവായിട്ടാണ് കിട്ടുന്നെങ്കിൽ ചേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻക്രീസ് ആയിരിക്കും. ആൻസർ നെഗറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും? ഡിക്രീസ് ആണെന്നും ചേഞ്ച് ഡിക്രീസ് ആണെന്നും നിങ്ങൾ മനസ്സിലാക്കണം. ആ ഒരു പോയിൻ്റൂടെ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കണം. അതായത് ഇങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ വാല്യൂ കിട്ടുമ്പം പോസിറ്റീവ് സംഖ്യയാണ് കിട്ടുന്നതെങ്കിൽ ചേഞ്ച് ഇൻക്രീസ് ആണെന്നും നെഗറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ ചേഞ്ച് ഡിക്രീസ് ആണെന്നും മനസ്സിലാക്കണമെന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. കാൽക്കുലേറ്റ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഓഫ് ദി, ക്വസ്റ്റ്യൻ എഴുതിയേക്കാം നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി. കാൽക്കുലേറ്റ് ദ percentage change of the value of a boat when it goes down, from 8,000 to 80,000 to 60,000. അതാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇതാണ് കാൽക്കുലേറ്റ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഓഫ് ദി വാല്യൂ ഓഫ് എ ബോട്ട് വെൻ ഇറ്റ് ഗോസ് ഡൗൺ ഫ്രം 80,000 ടു 60,000. ഇതിന് നമ്മൾ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഫസ്റ്റ് കാൽക്കുലേറ്റ് ദ ഡിഫറൻസ് ഇൻ ചേഞ്ച്. ആദ്യം ഡിഫറൻസ് ഇൻ ചേഞ്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റ് വി കാൽക്കുലേറ്റ് ദ ഡിഫറൻസ് ഇൻ ചേഞ്ച്. എത്രയായേക്കുന്നേ? 60,000 അല്ലേ? 60,000 മൈനസ് 80,000 നമുക്ക് എത്ര കിട്ടും? 20,000. ഡിഫറൻസ് ഇൻ ചേഞ്ച് ഈക്വൽ ടു 60,000 മൈനസ് 80,000. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 20,000 കിട്ടുന്നത് നമുക്കല്ലേ? മൈനസ് 20,000 കിട്ടും. അത് വെച്ചുകൊണ്ട് നമ്മൾ ഫോമുല ഉപയോഗിക്കുമ്പം യൂസ് ദി ഫോമുല ഏതാണ്? പെർസെൻറ്റേജ് ചേഞ്ച് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫോമുല ഏതാണ്? ചേഞ്ച് നമ്മൾ മോളി പറഞ്ഞല്ലേ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പെർസെൻറ്റേജ് ചേഞ്ച് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോമുല ഏതാണ്? ചേഞ്ച് ബൈ ഒറിജിനൽ ഇൻറ്റു 100 ആണ് അല്ലേ? അന്നേരം അത് വെച്ചുകൊണ്ട് ചെയ്യുമ്പോഴത്തേക്ക്
അത് വെച്ചുകൊണ്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും? ചേഞ്ച് നമുക്കിവിടെ കിട്ടിയേക്കുന്നത് എത്രയാണ്? -20,000 കിട്ടിയേക്കുന്നത്. -20,000. അത് നമുക്ക് മുകളിലോട്ട് മാറ്റിയിട്ട് എഴുതാം. ഈ ക്വസ്റ്റ്യൻ ഞാൻ അങ്ങ് മാറ്റുവാണ്. -20,000 ബൈ ഒറിജിനൽ എത്രയായിരുന്നു നമുക്ക്? 80,000 ഇൻറ്റു 100. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? സീറോസ് വെട്ടിപ്പോയി, ഈ 2 സീറോയും അത് വെട്ടിപ്പോയി. 8 ഇത് 4 കൊണ്ട് വെട്ടാൻ പറ്റുന്ന 200 ബൈ മൈനസ് എമൗണ്ട് റിപ്പീറ്റ് ചെയ്ത് പോകണ്ട, ഡിക്രീസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കാനേ പറ്റും 8. അന്നേരം 8 കൊണ്ട് 4 കൊണ്ട് വെട്ടുമ്പോൾ വേണമെങ്കിൽ 2 പ്രാവശ്യം 8-നകത്ത് I 4 20 0 50 25/2 25 പകുതി അല്ല 50/2. 50/2 നമുക്ക് എത്ര കിട്ടും? 25 എന്ന് കിട്ടും. 50/2 എത്ര കിട്ടും? 25% എന്ന് കിട്ടും. 25% ഡൗൺ ആണ് ഇവിടെ. നമുക്ക് വാല്യൂ ഓഫ് ദി ബോട്ട് ഹാസ് ഡിക്രീസ്ഡ് 25% എഴുതാം. മൈനസ് അല്ലേ നമുക്ക് കിട്ടിയേക്കുന്നത്, അതുകൊണ്ട് ഇവിടെയൊക്കെ മൈനസ് ഉണ്ടായിരുന്നു, ഇവിടെ ഇട്ടില്ലെന്നേ ഉള്ളായിരുന്നു. ഇവിടെ -25%. അതിൻ്റെ അർത്ഥം എന്തുവാണ്? ദി വാല്യൂ ഓഫ് ദി ബോട്ട് ഹാസ് ഡിക്രീസ്ഡ് ബൈ 20% എന്ന് ആൻസർ എഴുതാം. ദി വാല്യൂ ഓഫ് ദ ബോട്ട് ഡിക്രീസ്ഡ് ബൈ 25%. നിങ്ങൾ നല്ല രീതി മനസ്സിലാക്കി ചെയ്യുക. 1-2 പ്രാവശ്യം ഇതുപോലെ എഴുതി ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. എന്നാൽ അതേ മോഡലായിട്ടുള്ള മറ്റ് ക്വസ്റ്റ്യൻസ് നല്ലതുപോലെ എഴുതാൻ നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ വേറെ ക്വസ്റ്റ്യൻസൊക്കെ ഇതുപോലെ നേരത്തെ ഇതേ ക്വസ്റ്റ്യൻ തന്നെ ആവർത്തിച്ച് വന്നേക്കുന്നത്. 2-3 ക്വസ്റ്റ്യൻ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ പല മോഡലായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. പിന്നെ ഒരെണ്ണം പറഞ്ഞേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്, പല എക്സാമിനേഷനായിട്ട് ചോദിച്ചിട്ടുള്ളത്. അനു സ്കോർഡ് 87 ഔട്ട് ഓഫ് 150 ഓൺ ആൻ എക്സാം. വാട്ട് ഈസ് ഹർ സ്കോർ ആസ് എ പെർസെൻറ്റേജ്? അത് നമുക്ക് നേരത്തെ തന്നെ ആദ്യം ചെയ്ത പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. 87 ഡിവൈഡ് 150 കണ്ടുപിടിക്കുക, പിന്നെ അതിനെ പെർസെൻറ്റേജിലോട്ട് ചേഞ്ച് ചെയ്യുക. അങ്ങനെ കുറേ കാര്യം പെർസെൻറ്റേജ് ചേഞ്ച് ചെയ്യുന്നതിന് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. അത് വേണം ചേഞ്ച് കണ്ടുപിടിക്കാൻ. നല്ല 1-2 പ്രോബ്ലം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ആദ്യത്തെ പ്രോബ്ലത്തിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ക്വസ്റ്റിനോട് വേണമെങ്കിൽ ഞാൻ എഴുതിയേക്കാം. അനു സ്കോർഡ് 87 ഔട്ട് ഓഫ് 150 on an exam. What is her score? What is her score? അത് പെർസെൻറ്റേജ് റെപ്രസെൻ്റ് ചെയ്യാനും പറഞ്ഞു. ആസ് എ പെർസെൻറ്റേജ് എന്നവർ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് തുടക്കത്തിൽ നമ്മൾ ആദ്യം ഒന്ന് ചെയ്തതിൻ്റെ പോലെ തന്നെ ഫസ്റ്റ് വി ഡിവൈഡ് എന്തുവാണ് 87 ഡിവൈഡ് 87 ഡിവൈഡ് 150 കണ്ടുപിടിക്കുക. അതിനൊക്കെ കണ്ടുപിടിക്കുക എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അത് എങ്ങനെ കിട്ടും? 87 ഡിവൈഡ് 150 എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും? 87 ബൈ 150 നേരത്തെ ഞാൻ പറഞ്ഞു 15 ഇൻറ്റു 150. അതിനെ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ ഇട്ട് വേണമെങ്കിലും വെട്ടാം. എളുപ്പം വേണ്ടി നിങ്ങൾ 15 ഇൻറ്റു 10 എന്ന് മാറ്റി ഞാൻ എഴുതി. 2-ലും ഇതിപ്പം 6 27 അടങ്ങും, 3 2-ലും അടങ്ങും. 3 15 8-നകത്ത് 2 6 2 3 2 6 8 2 27 9 3 27 29/5 29-നെ 5 കൊണ്ട് ഭാഗിക്കുമ്പോൾ 5 25 4 റിമൈൻഡർ ഉണ്ടായിരുന്നു. ഡെസിമൽ കൊടുത്തു 40 ആക്കി. 40 ആക്കുമ്പോൾ 8 5 40 5.8/10 ഇവിടെ കിടപ്പുകൊണ്ട് മറക്കരുത്. അന്നേരം നമുക്ക് ഒരു ലെഫ്റ്റ് സൈഡിലോട്ട് ഒന്നുകൂടെ ഡെസിമൽ മാറ്റാം, 0.58 എന്ന് കിട്ടും. ഇതിനെ നമുക്ക് അവർ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്ക് അതിനെ എന്ത് വേണം? പെർസെൻറ്റേജ് കൺവേർട്ട് ചെയ്യുന്നതിന് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നേരത്തെ നമ്മൾ പഠിച്ചതായിരുന്നു. കൺവേർട്ട് ദിസ് ഇൻറ്റു പെർസെൻറ്റേജ്. അന്നേരം കൺവേർട്ട്
convert this into percentage by multiplying by 100. Then we get 0.58. ഇത് മായ്ക്കാൻ നമുക്ക് ആൻസർ വന്നിട്ട് കിട്ടുന്നത് എന്താണ്? 0.58 ഇൻറ്റു 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 58% എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. അതൊക്കെ ഞാൻ ബോഡി എഴുതുന്നതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത്. അല്ലാതെ നിങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് ചെയ്ത് ആൻസർ ഏഡിലോട്ട് പോവുക. അതുപോലെ വേറെ ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ട്, കുറേ ഇതുപോലുള്ള പ്രോബ്ലംസൊക്കെ ഇടുക. കൂടുതൽ പ്രോബ്ലംസൊക്കെ വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് അറിയിക്കാം, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. വീഡിയോ ഫുള്ളും കാണുക. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.